ഇല്ല ടീച്ചറെ, കുറച്ചുപേര് പുറത്തു പോയായിരുന്നു. ആണല്ലേ, കുറെ പേർക്ക് വയ്യ അല്ലേ? എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ, അസുഖമൊന്നും വരാണ്ട് സൂക്ഷിക്കണേ. അപ്പൊ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മഴവെള്ള ശേഖരണം പഠിച്ചായിരുന്നു അല്ലേ? അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചപ്പോ എല്ലാവരും കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. ജിൽസൺ പറഞ്ഞായിരുന്നു. എനിക്ക് സമ്മാനമൊക്കെ തന്നു ടീച്ചർ. എന്നിട്ട് അമൃതയും പറഞ്ഞു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക്ക് പഠിച്ചാലോ? ഏത് ടോപ്പിക്കാ ടീച്ചറെ? നമുക്ക് പഠിക്കാം, എന്നാലും നമ്മുടെ പോർഷൻസ് തീർത്തുള്ളൂ. ഏത് ടോപ്പിക്കാ ടീച്ചറെ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പറയുന്നത്, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെ ഭൂമി ഇല്ലേ, ഭൂമി ആ ചിത്രത്തിലേക്ക് നോക്കണ്ട. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ഉരുണ്ടതല്ലേ? ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഭൂമി ഉരുണ്ടിട്ടാണല്ലേ ഇരിക്കുന്നത്. ഒരു പന്ത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് പോലെ വെച്ചാണ് ഇരിക്കുന്നത് ഭൂമി ഇരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിക്ക് ചുറ്റും എന്താ ഉള്ളത്? ഉരുണ്ടിരിക്കുന്ന ഒരു സാധനം. പുക പോലെ. പുക എന്ന് പറഞ്ഞാൽ എന്താ ചിൽസ? അതെന്താ ഭൂമിക്ക് ചുറ്റും? കാറ്റാണോ ടീച്ചറെ? കാറ്റാണോ അത്? വായു. വായു. എന്താ പറയാ? വായു. വായു പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഇതിനെന്താ പറയാ നമ്മള്? ഈ ചിത്രം നോക്കിയേ, ഇതെന്താ? മേഘങ്ങൾ. ഇതെന്താ ഭൂമിക്ക് ചുറ്റും പിന്നെ കാണുന്നത്? മേഘങ്ങൾ. ഈ മേഘങ്ങളൊക്കെ എവിടെയുള്ളത്? ശൂന്യാകാശത്തിലാണോ ടീച്ചറെ? ആകാശത്ത്. ഈ ആകാശമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറയാ? ശൂന്യാകാശം. ശൂന്യാകാശമാണോ? ഭൂമിക്ക് ചുറ്റുമുള്ള ആ ഭാഗത്ത് നമ്മൾ എന്താ പറയാ? പഠിച്ചിട്ടില്ല? ആബ്സെന്റ് ആയിരുന്നോ? അന്തരീക്ഷം എന്ന് പറയില്ലേ നമ്മള്? അന്തരീക്ഷം. ഈ ആകാശവും മേഘങ്ങളും വായു ഒക്കെ ഉള്ളത് എവിടെയാണ്? അന്തരീക്ഷത്തിലാണ് അല്ലേ? ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ കാണപ്പെടുന്നതാണ് എന്ത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് ഒരു 10,000 കിലോമീറ്റർ മേലേക്ക് കാണപ്പെടുന്നതാണ് അന്തരീക്ഷം. അപ്പൊ ഈ അന്തരീക്ഷത്തിന് പല ലെയേഴ്സ് ഉണ്ട്. എന്തൊക്കെ ലെയേഴ്സാ ഉള്ളത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ. നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് നമ്മൾ ഈ ഇത് പഠിച്ചു പോകുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എന്തിന്റെ ലെയേഴ്സ്? അന്തരീക്ഷത്തിന്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിന്റെ ലെയേഴ്സ് അല്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നോക്ക്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമല്ലേ? നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, വീടിന്റെ അന്തരീക്ഷം, സ്കൂളിന്റെ അന്തരീക്ഷം, ക്ലാസിന്റെ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ ക്ലാസിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കുറെ ഘടകങ്ങൾ ചേർന്നതല്ലേ ക്ലാസിന്റെ അന്തരീക്ഷം? അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം എന്താണ്? കുറെ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. എന്താ ചിൽസ? കുറെ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും അപ്പം? അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ. അന്തരീക്ഷത്തിന്റെ ഘടകങ്ങൾ, അതായത് എന്തൊക്കെ കൂടിച്ചേർന്നാണ് അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നതിനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലൊരു പുതിയ വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, അന്തരീക്ഷ സംരചന. കേട്ടിട്ടുണ്ടോ? ഇല്ല ടീച്ചറെ. അന്തരീക്ഷ സംരചന എന്നാണ് ആ വാക്ക്. ഇപ്പൊ കേട്ടു. അന്തരീക്ഷ സംരചന. അപ്പോ നമ്മൾ പറഞ്ഞു മേഘങ്ങളും എല്ലാ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലാണ് അല്ലെ? കാറ്റും ഈ മേഘങ്ങളും വായു ഒക്കെ ഉള്ളത് എവിടെയാണ്? അന്തരീക്ഷത്തിലാണല്ലേ? അപ്പൊ നമുക്കിനി അന്തരീക്ഷത്തിന്റെ ഘടകങ്ങൾ നോക്കിയാലോ? അപ്പൊ ഓരോ ഘടകങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം ഗ്രൂപ്പ് ആക്കിയിട്ട് എന്നിട്ട് ഓരോ ഘടകങ്ങൾ നിങ്ങൾ പറയണം. അതായത് നമ്മൾ എന്താ പഠിക്കുന്നത്? അന്തരീക്ഷ സംരചനയുടെ ഘടകങ്ങൾ. അപ്പോ 3 ഘടകങ്ങളാണ് ഇതിനുള്ളത്. അന്തരീക്ഷത്തിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഗ്രൂപ്പ് ആയിട്ടിരുന്നേ. ജിൽസൺ കാവ്യ ഒരു ഗ്രൂപ്പ്, അമൃതയും നവിതയും ഒരു ഗ്രൂപ്പ്. 2 ഗ്രൂപ്പായല്ലോ. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ചിത്രത്തിൽ എന്താണെന്നുള്ളത് പറയാം. ഇതെന്താ? ഇത് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി. ഇതെന്താ? ഗ്യാസ് കുറ്റിയല്ലേ ടീച്ചറെ? ഗ്യാസും കുറ്റി. ഗ്യാസ് അല്ലേ അതിനകത്തുള്ള? ഗ്യാസിനെന്താ മലയാളത്തിൽ പറയുന്നത്? വാതകങ്ങൾ. വാതകങ്ങൾ ഒരു ഘടകമാണ്. അപ്പൊ നിങ്ങളോട് ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ആ ഗ്രൂപ്പിൽ നിങ്ങൾ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വാതകങ്ങളായിരിക്കും ഉണ്ടാവുകയെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു.
ആലോചിച്ചു. നീ പറഞ്ഞോളൂ. എന്തൊക്കെ വാതകങ്ങൾ ഉണ്ടാവും? ആദ്യത്തെ ഘടകം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? വാതകങ്ങൾ. എന്തൊക്കെ വാതകങ്ങൾ ഉണ്ടാവും? ഒന്നാമത്തെ ഗ്രൂപ്പ് പറഞ്ഞേ. ആരാ പറയുന്നേ? കാവ്യ പറയും ടീച്ചറെ. കാവ്യ പറ. എന്തൊക്കെ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നേ? ഓക്സിജൻ. ശരിയാണ്. ഇനി അടുത്തത് ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തെ ഗ്രൂപ്പ് രണ്ട് ഇത് പറഞ്ഞു. നൈട്രജൻ ഉണ്ടോ ടീച്ചറെ നൈട്രജൻ അന്തരീക്ഷത്തില്? പിന്നെ ഇപ്പൊ ഞങ്ങക്ക് 2 പോയിന്റ് ആയില്ലേ? നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിന് ഈക്വൽ ആയിട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു? ഓക്സിജൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു, നൈട്രജൻ പറഞ്ഞു, ഹൈഡ്രജൻ പറഞ്ഞു. പ്രധാനമായിട്ടും നിങ്ങൾ 3 വാതകങ്ങൾ ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി 3 ഓർത്ത് വെക്കുക. ഒന്നാമത്തേത് കാർബൺ ഡൈ ഓക്സൈഡ്. ടീച്ചറോട് CO2 എന്ന് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിനൊക്കെ ചെടികൾ ഉപയോഗിക്കുന്ന ഒരു വാതകം. അത് നിങ്ങൾ ബയോളജിയിൽ പഠിക്കും കേട്ടോ. പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഓക്സിജന്റെ എന്നാ ടീച്ചർ എഴുതുന്നത്? O2. അത് ഞാൻ എഴുതാം കേട്ടോ. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് പറയാം. അപ്പൊ പ്രകാശ സംശ്ലേഷണം നിങ്ങൾ എവിടെ പഠിക്കും? ബയോളജിയിൽ പഠിക്കും. അത് ഈ സസ്യങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ ഒക്കെ പുറത്തുവിടുന്ന പ്രക്രിയയാണ്. ഇനി രണ്ടാമത്തെ വാതകം ഏതാ ടീച്ചർ പറഞ്ഞേ? ഓക്സിജൻ. ഓക്സിജൻ അല്ലേ? ഓക്സിജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടീച്ചറെ പുറത്ത് 2 പേര് വന്നിരിക്കുന്നു. എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത് ഓക്സിജൻ? ശ്വസിക്കാൻ. നമ്മൾ മൃഗങ്ങളൊക്കെ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഓക്സിജൻ. അതാണ് രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏതാണ്? നൈട്രജൻ. നൈട്രജൻ ഒരു പ്രധാനപ്പെട്ട വാതകമാണ്. നൈട്രജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് എത്ര ശതമാനം അറിയോ? 78.08%. ടീച്ചർ ആൻസർ ടെക്സ്റ്റ് നോക്കി കോപ്പി അടിച്ച് പറഞ്ഞ. ടെക്സ്റ്റ് നോക്കി പറഞ്ഞ. അപ്പൊ 78.08 ആണ് എന്ത് നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഘടകം എന്താ നോക്കിയാലോ? അന്തരീക്ഷ സംരചനയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ ഘടകം വാതകം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഘടകം നോക്കിയേ. ഇതെന്താണ്? ജലമാണോ? ജലം. മഴത്തുള്ളി, വെള്ളത്തുള്ളി. അപ്പൊ നമുക്കിതിന് ജലാംശം എന്ന് പറയാം. അതായത് അന്തരീക്ഷത്തില് ഈ ജലാശയങ്ങളോടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിൽ, അന്തരീക്ഷ ഭാഗങ്ങളില് ജലാംശം കാണപ്പെടും. അപ്പൊ ഈ ജലാംശം എങ്ങനെയാണ് എത്തുന്നത്? മഴ പെയ്യുന്നത് എങ്ങനെയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നില്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മനസ്സിലായിരുന്നോ? എങ്ങനെയായിരുന്നു ചികിത്സ? ഒന്നുകൂടി ചോദിക്കോ ടീച്ചറെ? മഴ പെയ്യുന്നത് ഭൂമിയിൽ ആവി ഉയർന്നിട്ട് അങ്ങനെയാണ് മഴ പെയ്യുന്നത്. അതായത് വെള്ളം നീരാവിയായി പോയി മേഘങ്ങളായി മാറി, മേഘങ്ങൾ ഘനീഭവിച്ച് എന്തായി മാറുന്നു? മഴയായിട്ട് മാറുന്നു. അപ്പൊ ഇതുപോലെയാണ് അന്തരീക്ഷത്തിലേക്ക് വെള്ളം എത്തുന്നത്. ഇങ്ങനെ തന്നെയാണ്. അതായത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും. അതായത് ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിലെ അന്തരീക്ഷത്തിൽ എന്ത് കൂടുതലായിരിക്കും? ജലാംശം കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത് ജലാശയങ്ങളുള്ള സ്ഥലങ്ങളിലെ അവിടെ നിന്ന് ഈ പറയുന്ന ഈ ബാഷ്പീകരണ പ്രക്രിയ കൂടുതലായിട്ട് നടക്കില്ല അല്ലേ സാന്ദ്ര? അല്ലേ? അപ്പൊ അവിടെയും എന്താണ്? ജലാംശത്തിന്റെ അളവ് കൂടുതലായിരിക്കും. നവംബർ 2 സൈക്കോളജി സ്പെഷ്യൽ ക്ലാസ്. അപ്പൊ ഇത് മനസ്സിലായോ? നവനിക്ക് മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഘടകം എന്താ നോക്കിയാലോ? ഇതെന്താണ്? പൊടികളാണ്. പൊടികൾ. ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുന്നത്. ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പറയുന്ന ടീച്ചറെ. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടോ മിസ്സേ? ഉണ്ടല്ലോ. കാറ്റടിക്കുമ്പോഴാണ് മിസ്സേ? എങ്ങനെയാണ്?
ടീച്ചർ അൻസയ്ക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടോ ടീച്ചറെ? ഇല്ല, അൻസ മാത്രം പറയുന്നത്. ഇതെന്താ? ഉൽക്ക. ഉൽക്കകൾ. കാറ്റ്, ഒന്നാമത് കാറ്റ്, രണ്ടാമത് കാറ്റടിക്കുമ്പോൾ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഉൽക്ക എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓർബിറ്റില് സൂര്യനെ വലം വെക്കുന്ന പാറകഷ്ണങ്ങളാണ്. അപ്പൊ അത് ഭൂമിയിലേക്ക് വരുമ്പോൾ കത്തിയിട്ട് എന്താവുന്നു? അതും അന്തരീക്ഷത്തിലേക്ക് പടർന്നു പിടിക്കുന്നു. അങ്ങനെ എന്താ ഉൽക്കയും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിന് കാരണമാണ്. അവസാനമായിട്ട് എപ്പോഴാണ് ടീച്ചർ ഉൽക്ക വന്നേ? അവസാനമായിട്ട് അത് നമുക്ക് അന്വേഷിക്കാം കേട്ടോ. ഇനി അടുത്തത് എന്താ? അടുത്ത നോക്കിക്ക്, ഇതെന്താ? അത് പൊല്യൂഷൻ. പൊല്യൂഷൻ ആണ്. പുകയുണ്ടല്ലോ, തീയും പുകയൊക്കെ ഉണ്ടല്ലോ. പുക വരികയല്ലേ? മലേന്റെ ഉള്ളിൽ നിന്ന് പുക വരും. വോൾക്കാനോ? അഗ്നിപർവ്വതം. എവിടെ നിന്നാണ്? അഗ്നിപർവ്വതം. അതായത് പർവ്വതം അഗ്നിപർവ്വതം. അപ്പൊ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോ കണ്ടില്ലേ ഇഷ്ടംപോലെ ചാരം പുകയൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നില്ലേ? അപ്പൊ അതെന്താണ് മൂന്നാമത്തെ ഒരു മാർഗമാണ്. അപ്പൊ ഇത്രയും മനസ്സിലായോ? എന്താ മനസ്സിലായത്? അത് പ്രധാനമായിട്ടും ടീച്ചറെ ബോർഡേ നോക്കുന്നു. മൂന്നും കൂടിച്ചേർന്നതാണ് അന്തരീക്ഷം എന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായില്ല? അത് ഞാൻ വീഡിയോ കാണിക്കാം. ഇതിൽ എഴുതിയിട്ട് നോക്കണ്ട, അന്തരീക്ഷത്തിന്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ. കേൾക്കുന്നുണ്ടോ?
8. ആ, പിന്നെ ജലാംശം ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും അന്തരീക്ഷഭാഗത്ത് ജലത്തിന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ ഉപരിതല ജലസ്രോതസ്സുകൾ അതായത് ജലാശയങ്ങൾ അവിടെയും എന്തായിരിക്കും അതിന്റെ അടുത്തുള്ള ഈ ജലാശയങ്ങളുള്ള ഭാഗത്ത് അന്തരീക്ഷത്തിലെ എന്ത് കൂടുതലായിരിക്കും ജലാംശം കൂടുതലായിരിക്കും. പിന്നെ പൊടിപടലങ്ങൾ കാറ്റ് വഴി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഉൽക്കകൾ വഴി എന്താ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അന്തരീക്ഷത്തിലെ ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നിങ്ങൾക്ക് മനസ്സിലായോ നോക്കട്ടെ എന്നാലും. അപ്പൊ എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നിട്ടാണ് അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്? ഓരോരുത്തരായിട്ട് ഓരോന്ന് പറഞ്ഞാൽ മതിയേ. അമൃത പറഞ്ഞേ. വാതകങ്ങൾ. രണ്ടാമത്തത് ജലാംശം. ജലാംശം. മൂന്നാമത്തെ കാവ്യ. പൊടിപടലങ്ങൾ. അതിന് മുന്നേ ഒരു കാര്യമാണ് അന്തരീക്ഷം എത്ര കിലോമീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്? എത്രയാ? നവിത പറഞ്ഞു. കറക്റ്റാണ്. 10,000 അല്ലേ? ശ്രദ്ധിച്ചില്ല. 10,000 കിലോമീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ വാതകങ്ങളിൽ ഏതൊക്കെയാ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ വാതകങ്ങൾ മെയിനായിട്ട്? കുറെ വാതകങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ഏതൊക്കെയാ നോക്കിയത് സാന്ദ്ര? താപനില, വാതകങ്ങൾ. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ എത്ര ശതമാനമായിരുന്നു? നേരത്തെ ആൻസർ പറഞ്ഞായിരുന്നു. 0.8. അത് ഓക്സിജൻ അല്ലേ ടീച്ചറെ? അല്ല, നൈട്രജൻ ആട്ടോ. അപ്പൊ ഓക്സിജൻ എന്തോരം ഉണ്ട്? ഓക്സിജൻ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. എന്തായാലും ഓക്സിജൻ 78 മൈനസ് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഉള്ളിലായിരിക്കും ഓക്സിജൻ ഉണ്ടായിരിക്കുക കേട്ടോ. 100 നിന്ന് 78 മൈനസ് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഉള്ളിലായിരിക്കും ഓക്സിജൻ ഉണ്ടാവുക. പിന്നെ ഉള്ളത് ജലാംശം അല്ല അടുത്ത ഘടകം പറഞ്ഞത്. ജലാംശം എങ്ങനെയൊക്കെയായിരുന്നു അന്തരീക്ഷത്തിൽ എത്തുന്നത്? 2 പ്രധാന മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയൊക്കെയായിരുന്നു? താപനില. രണ്ടാമത്തെ ജലാശയം. അത് 2. പിന്നെ മൂന്നാമത്തെ എന്താ? പൊടിപടലങ്ങളല്ലേ? പൊടിപടലങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എത്തുന്നത്? കാറ്റ് വഴി. പിന്നെ ഉൽക്ക വഴി. പിന്നെ എങ്ങനെയാണ്? അഗ്നിപർവ്വതം. എങ്ങനെ? സ്ഫോടനങ്ങളോട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ? എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത്. ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യണം? വായിച്ചിട്ട് വരണം. ബുക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് നല്ലോണം വായിച്ചിട്ട് വരണം. ഞാൻ എന്ത് ചെയ്യും? എക്സാമ്പിൾ ഞാൻ ടെസ്റ്റ് ഇടും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? വായിച്ചു നോക്കിയിട്ട് വരണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു ടീച്ചർ. ഹാവ് എ നൈസ് ഡേ.